ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 കോളേജുകൾ എടുത്താൽ അതിൽ 18 എണ്ണം കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. പക്ഷേ എന്നിട്ടും കുട്ടികൾ പുറത്തു പോകുന്നത് അതിന് മറ്റ് കാരണങ്ങളാണ്, അല്ലാതെ സർക്കാരിൻ്റെ പ്രശ്നമല്ല. കേരളത്തിൻ്റെ അത്രയും നല്ല പ്രാദേശിക റോഡുകളുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥാപനം ഒരു കേരള യൂണിവേഴ്സിറ്റിയിലെ ട്രെയിനിങ് സ്ഥാപനമാണ്. അതിൽ 50 പേര് ട്രെയിനിങ് വരുമ്പോൾ അതിന് 15-20 പേര് കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്നവരാണ്. അതിലെ ഒരാൾ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഫോർട്ട് ആശുപത്രിയിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി. അവിടെ കിട്ടുന്ന സൗകര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സംസ്ഥാനത്ത് ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല. ഗവൺമെൻറ് സ്കൂളുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. താലൂക്ക് ആശുപത്രിയിലെ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. ഇപ്പം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ ഒരു രോഗിയുടെ വയറ്റിൽ ഒരു കത്രിക പോയി എന്നുള്ളത് ഒരു മന്ത്രിയുടെ പിഴവായിട്ടെടുത്ത് കാണിക്കുന്നത് ഒരു വലിയ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരുടെയെങ്കിലും വയറ്റിൽ കൊണ്ട് കത്രിക നിക്ഷേപിച്ചു നമ്മൾ പറയുന്നതിൽ അർത്ഥമേ ഇല്ല. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അവർ എടുത്ത് കാണിക്കുന്നത് ഈ വികസനങ്ങൾ തന്നെയാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം കഴിഞ്ഞ ഒരു 30 വർഷമായി ഉണ്ടാകാതിരിക്കുന്നതാണ്. അതെല്ലാം കിഫ്ബി ഫണ്ടിലൂടെ വന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർനാഷണൽ സെമിനാർ നടത്തി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 75ഓളം പേര് പങ്കെടുത്താണ്. സാർ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തതാണ്. അവരെല്ലാവരും പറഞ്ഞ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ ഇല്ലാത്ത സൗകര്യങ്ങളാണ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ളതെന്ന്.